പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ വചനദീപ്തിയിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. വചനം നമുക്കറിയാം, വചനം നമ്മയൊക്കെ ജീവിപ്പിക്കുന്നതാണ്. ഓരോ ദിവസവും വചനത്താലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ശ്വാസം പോലെ തന്നെ വചനം നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളോട് മല്ലിടുവാനും നമ്മെ യേശുവിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് നമ്മെ നയിക്കുവാനും പോകുവാനും ഒക്കെ നമുക്ക് വചനം കൂടിയേ തീരൂ. വചനം നമ്മളില്ലെങ്കിൽ നമ്മൾ അശക്തരായിത്തീരും, നമ്മൾ തളർന്നു പോകും. അതുകൊണ്ട് വചനദീപ്തിയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കർത്താവിനൊരു പ്രത്യേക പദ്ധതിയുണ്ട്. കർത്താവിൻ്റെ പദ്ധതി ഇതാണ്, അവരെയൊക്കെ അനുഗ്രഹിക്കുന്ന പദ്ധതിയാണ്. കർത്താവിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന പദ്ധതിയാണ് ഈശോയ്ക്കുള്ളത്. അതുകൊണ്ട് ഈശോയുടെ അടുത്തിരുന്ന മറിയം, നമുക്കറിയാമല്ലോ, മർത്തയുടെ സഹോദരിയായ മറിയം ആ പാദത്തിലിരുന്ന് ഈശോയുടെ വചനം കേട്ടതുപോലെ നമ്മളും ആ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കൃപകളുണ്ടാകും, അനുഗ്രഹമുണ്ടാകും, ദൈവം നമ്മിൽ പ്രസാദിക്കുകയും ചെയ്യും. അതിനായിട്ട് നമ്മയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സുവിശേഷ വചന ഭാഗം ഇതാണ്. സങ്കീർത്തനത്തിൽ 119:71 അതിപ്രകാരമാണ്: ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, എന്തെന്നാൽ ദൈവത്തിൻ്റെ ചട്ടം അതുമൂലം ഞാൻ അഭ്യസിച്ചുവല്ലോ. ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉപകാരമായി എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. സങ്കീർത്തകൻ ഇത് പറയുന്നത് വളരെ അർത്ഥത്തോടു കൂടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പാപം ചെയ്തപ്പോൾ ദുരിതങ്ങൾ കടന്നു വന്നു. ആ ദുരിതങ്ങൾ അല്ല അദ്ദേഹത്തെ അനുതപിക്കുവാനും കർത്താവിനോട് പ്രാർത്ഥിക്കുവാനും ഒക്കെ പ്രേരിപ്പിച്ചത്. എന്നാൽ അദ്ദേഹം ദൈവത്തിനെതിരെ പാപം ചെയ്തു പോയല്ലോ, ദൈവം ഇത്ര എന്നെ സ്നേഹിച്ചിട്ടും ദൈവത്തിനെതിരെ ഞാൻ ഇപ്രകാരം ചെയ്തുവല്ലോ എന്നോർത്ത് ആ ദുഃഖമാണ് അദ്ദേഹത്തിനുണ്ടായത്. ആ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹം അനുതപിക്കുകയാണ്. അനുതാപം കണ്ണുനീരായിട്ട് ഒഴുകുകയാണ്. അദ്ദേഹം ഉപവസിക്കുകയാണ്, പ്രാർത്ഥന നടക്കുകയാണ്. അങ്ങനെ ദിവസങ്ങളോളം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ്, നമുക്കറിയാമല്ലോ, സങ്കീർത്തനം രൂപപ്പെട്ടത്. സങ്കീർത്തനം വളരെ മനോഹരമാണ്. ഇത് നാം ഒക്കെ സങ്കീർത്തനത്തിലെ ഓരോ ഭാഗങ്ങളും വളരെ ശ്രദ്ധിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തന്നെ ദുഃഖങ്ങൾ വരുമ്പോൾ, നിരാശ വരുമ്പോൾ, വേദനകളൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ സങ്കീർത്തന ഭാഗം എടുത്ത് നമ്മൾ വായിക്കും. നമുക്കിത് സമ്മാനിച്ചത് ദാവീദാണ്. നമുക്കറിയാമല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന് റോമ 8:28 പറയുന്നുണ്ട്. അതുപോലെ സ്നേഹമുള്ളവരെ, ഇത് ദാവീദ് തിന്മ ചെയ്തു എങ്കിലും ദൈവം അത് നന്മയാക്കി മാറ്റുകയാണ്. ആ തിന്മയെ കർത്താവ് തന്നെ, കർത്താവിന് ദാവീദിനോട് സ്നേഹമുള്ളത് കൊണ്ട് പ്രത്യേകം പദ്ധതികൾ ദാവീദോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് അത് നന്മയാക്കി മാറ്റുകയാണ്. അവൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീരെ സങ്കീർത്തനമാക്കി മാറ്റുകയാണ്. ആ സങ്കീർത്തനം നമുക്കൊക്കെ വലിയ മുത്തുമണികളായിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദുരിതങ്ങൾ നമുക്ക് ഉപകാരങ്ങളാണ്. കാരണം ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അഭ്യസിക്കുവാൻ നമുക്കതെല്ലാം പ്രയോജനം ചെയ്യുന്നവയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 17:27 പറയുന്നുണ്ട്, അതെ, ഇത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ ദുരിതങ്ങളെല്ലാം, ഈ കഷ്ടതകളെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നതിനും അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. ദൈവത്തെ കണ്ടെത്തുവാൻ വേണ്ടി ഉള്ളതാണ്, ദൈവത്തെ അന്വേഷിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ജെറമ്യായുടെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ
13-ാം വാക്ക് ഇപ്രകാരമാണ്: അപ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കും. നിങ്ങൾ യഥാർത്ഥമായി നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് നിങ്ങളോട് പ്രതിജ്ഞ ചെയ്യുന്നു. ഈശോയെ കണ്ടെത്താനായിട്ട് ഇടയാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, ദുരിതങ്ങൾ ഒക്കെ വരുമ്പോൾ അതുകൊണ്ട് നമ്മളാരും ദുഃഖിക്കേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്ന അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പദ്ധതിയുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുക. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫാമിലി യൂണിറ്റിൻ്റെ സഹത, എടപ്പള്ളി പാരിഷ് ഹാളിൻ്റെയാണ് സഹത, അത് ഞങ്ങളുടെ ഫാമിലി യൂണിറ്റിൽ വിതരണം ചെയ്യാനായിട്ട് ഞങ്ങളുടെ എല്ലാ വീടുകളിലും പോയി. അങ്ങനെ പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അപ്പോൾ ഞാൻ സഹത കൊടുത്തു. അപ്പോൾ ഒരു സർവൻ്റാണ് വന്നത്, കൊടുത്തു. തിരിച്ചു പോരുന്ന സമയത്ത് വീട്ടിനകത്ത് നിന്ന് ഒരു സ്വരം കേട്ടു. അവർ വിളിച്ചു പറഞ്ഞു, അതേ ബ്രദറെ, ഞാൻ ഇവിടെ സുഖമില്ലാതെ ഞാൻ അകത്തിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ടാണ് സർവൻറ്റിനെ വിട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഒരു ആക്സിഡൻറ്റ് പറ്റി എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അകത്ത് വന്ന് കാണുന്നതിന് വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അകത്തേക്ക് പോയി. അകത്ത് ചെന്നപ്പോൾ ആ സഹോദരി ഒരു വലിയ ഉദ്യോഗസ്ഥയാണ്. ആ സഹോദരി എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ ഫാമിലി യൂണിയനെ സംബന്ധിച്ചിടത്തോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഏറ്റവും മുൻപന്തിയിൽ ആ സഹോദരി നിൽക്കുന്നുണ്ട്. അപ്പോൾ സഹോദരിയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ജോലിക്ക് പോകുമ്പോൾ പെട്ടെന്ന് വന്ന് ഒരു ബസ്സുമായിട്ട് ഇടിച്ചു, അങ്ങനെ തെറിച്ചു വീണു. അങ്ങനെ അത്ഭുതകരമായിട്ട് മറ്റൊരു വണ്ടി വരേണ്ടതായിരുന്നു, വന്ന് ആ വണ്ടി ബ്രേക്ക് ഇട്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ മുകളിൽ കൂടെ കയറി പോകേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഞാൻ പ്ലാസ്റ്റർ ഇട്ട് ഇവിടെ കിടക്കുകയാണ്. കാലൊക്കെ ഒടിഞ്ഞു, 2 സൈഡിൽ കാലിൻ്റെ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കിടക്കുകയാണ്. 1 മാസത്തേക്ക് ഇനി റെസ്റ്റ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടപ്പാണ്. ആ കിടക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അവൾ തിരി കത്തിച്ച് അവിടെ രൂപത്തിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ പുസ്തകമുണ്ട്, വിശുദ്ധ ബൈബിള് തൻ്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ എന്നോട് പറയുകയാണ്, ആ സഹോദരി പറയുകയാണ്, ദൈവം ഈ അപകടം വരുത്തിയത് നന്നായി, ഈ കഷ്ടപ്പാട് വരുത്തിയത് നന്നായി. കാരണം എൻ്റെ പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു വിശുദ്ധ ഗ്രന്ഥം മുഴുവനായിട്ടും വായിച്ച് തീർക്കുക എന്നുള്ളത്. പണ്ട് മുതൽ ഉള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതുവരെ അത് പൂർത്തീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും സാധാരണ ചെയ്യാറുള്ളത് ആ വശവും ഈ വശമൊക്കെ എടുത്ത് ഇടയ്ക്കൊക്കെ എടുത്ത് വായിക്കും, പ്രാർത്ഥനയ്ക്ക് എടുത്ത് വായിക്കും, അല്ലാതെ എടുത്ത് അത്രയൊക്കെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 1 മാസം ഇങ്ങനെ കിടപ്പിലായപ്പോൾ ഞാൻ വിശുദ്ധ ഗ്രന്ഥം ആദ്യം മുതൽ അവസാനം വരെ വായിക്കുവാനായിട്ട് ദൈവം എനിക്ക് കൃപ നൽകി. ഇത് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഈശോയെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട്, ഈശോയെ കൂടുതൽ സ്നേഹിക്കാനായിട്ട്, എന്തു വന്നാലും ഇനി പിടിച്ചു നിൽക്കാനായിട്ട് എല്ലാ ധൈര്യവും എനിക്ക് വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞപ്പോൾ, ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അറിഞ്ഞെന്ന് ഞാൻ മുഴുവനും പറയുന്നില്ല എന്ന് സഹോദരി പറയുന്നു, എന്തെങ്കിലും ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഈശോ ഇത്ര കണ്ട് സ്നേഹിക്കുന്ന ഒരു ഈശോയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഇതൊരു വലിയ നിധിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ അപകടം വന്നത് ഒരു നിധിയായിട്ട് കണക്കാക്കുന്നു. ഈ അപകടം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ വിശുദ്ധ ഗ്രന്ഥം ഇതുപോലെ വായിക്കില്ലായിരുന്നു, ഈശോയെ കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ദുരിതം വന്നത് എനിക്ക് ഉപകാരമായി എന്ന് ആ സഹോദരി എന്നോട് പറയുകയുണ്ടായി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ പല അപകടങ്ങൾ വരാറുണ്ട്, ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. പക്ഷേ ആ സമയങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ആ സമയത്ത് അത് നന്മയ്ക്ക് വേണ്ടി നമുക്ക് കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്താനും മറ്റുള്ളവരുടെ അടുത്ത് തെറ്റുകുറ്റങ്ങൾ പറയാനുമായിട്ട് നമുക്ക് ആ സമയം നമുക്ക് വിനിയോഗിക്കാം. എന്നാൽ ഈ സഹോദരി ചെയ്തത് എത്രയോ മാതൃകയാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവനായിട്ട് വായിച്ച് ദൈവസ്നേഹം അറിയാനായിട്ട് ആ സഹോദരി ശ്രമിച്ചു, നടക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, അത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് സങ്കീർത്തകൻ പറഞ്ഞത് ഇവിടെ വലിയ രീതിയിൽ അനർത്ഥമാണ്. സങ്കീർത്തനം 119:71, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി
എന്നാൽ ദൈവത്തിൻ്റെ ചട്ടം ഞാൻ അഭ്യസിച്ചുവല്ലോ. യെശയ്യായുടെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഹെസക്കിയ രാജാവ് മരിക്കുവാനായിട്ട് ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. പ്രവാചകൻ വന്ന് രാജാവിനോട് പറഞ്ഞു, ഇനി നീ മരിക്കുവാനായിട്ട് തയ്യാറെടുത്തു കൊള്ളുക, എല്ലാ കാര്യങ്ങളും നീ ക്രമപ്പെടുത്തുക, അധികം താമസിയാതെ നീ മരിക്കുമെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹെസക്കിയ രാജാവ് അതീവ ദുഃഖിതനായി. ഹെസക്കിയ രാജാവ് നല്ല കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനമനുസരിച്ചൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്ര പരിപൂർണനല്ലെങ്കിലും ദൈവത്തിൻ്റെ നിയമം അനുസരിച്ചൊക്കെ ജീവിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ പെട്ടെന്ന് തൻ്റെ ജീവിതത്തിലേക്ക് ഈ വലിയ ദുരന്തം വന്നു എന്ന് കണ്ടപ്പോൾ, എനിക്ക് ഈ ലോകത്ത് ഇനി അധികം സമയമില്ല, ഞാൻ പോകേണ്ട സമയമായി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ദുഃഖത്താൽ കരഞ്ഞു. അതും അദ്ദേഹം ചുമരിലേക്ക് ചെന്നിട്ട് തല ഇങ്ങനെ വെച്ചിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുക, ദൈവമേ, ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ ഓർക്കണമേ, എൻ്റെ കണ്ണീര് കണ്ട് എനിക്ക് മോചനം നൽകണമേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ, എൻ്റെ പോരായ്മകൾ പരിഹരിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന നമുക്ക് രാജാവിനെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ പുറത്തേക്കും പോയി. എന്നാൽ പ്രവാചകൻ പുറത്തു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ഒരു അരുളപ്പാട് ദൈവത്തിൻ്റെ കിട്ടി. അവൻ അനുതപിച്ച് കണ്ണീരൊഴുക്കുകയാണ്, അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവന് കണ്ണുനീര് എൻ്റെ പക്കൽ എത്തിയിരിക്കുന്നു, അതുകൊണ്ട് അവന് സൗഖ്യപ്പെടുത്തുക എന്നൊരു പ്രവാചകൻ കിട്ടിയപ്പോൾ പ്രവാചകൻ തിരിച്ച് വീണ്ടും വരികയാണ്. എന്നിട്ട് ഹെസ്കിയ രാജാവിനോട് പറഞ്ഞു, നിൻ്റെ ആയുസ് 15 വർഷം കൂടി നീട്ടുവാനായിട്ട് കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു, ഇനി 15 വർഷം കൂടി നിനക്ക് ആയുസ് നീട്ടിത്തരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ അദ്ദേഹം ചെയ്ത പോരായ്മകളൊക്കെ അദ്ദേഹം ഓർക്കുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പോരായ്മകളൊക്കെ അതൊക്കെ തിരുത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം തികച്ചും ഈശോയുടെ ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ഒരു വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ മനോഹരമായി അദ്ദേഹം ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, യെശയ്യ 38:17 പറയുകയാണ്, എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ ദുരിതങ്ങളാണ് അദ്ദേഹത്തെ പെർഫെക്ഷനിലേക്ക് ആ രാജാവിനെ നയിച്ചത്. അദ്ദേഹത്തെ വിശുദ്ധിയുള്ളവനായി പരിശുദ്ധിയുള്ളവനാക്കി ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി തീർത്തത് അദ്ദേഹത്തിൻ്റെ വന്ന ഈ വിപത്താണ്, ഈ ദുരിതമാണ്. ഈ ദുരിതത്തിലൂടെയാണ് അദ്ദേഹം ദൈവത്തെ അറിയാനും പരിശുദ്ധിയിലേക്ക് കടന്നു വരാനും അദ്ദേഹത്തിന് സാധിച്ചത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ആ സംഭവിക്കുന്ന സമയങ്ങളിലെല്ലാം അത് നമ്മുടെ നന്മയ്ക്കായിട്ട്, അത് ഈശോയെ അറിയാനായിട്ട്, ഈശോയെ കൂടുതൽ സ്നേഹിക്കാനായിട്ട്, നന്മയുടെ പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് നമുക്കിതൊക്കെ കാരണമാകണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ചില പ്രതിസന്ധികൾ, പരാജയങ്ങൾ ഒക്കെ കടന്നു വരുന്നത് നമ്മെ നന്മയിലേക്ക് നയിക്കുക. നമുക്കറിയാമല്ലോ, ബാലാം പ്രവാചകൻ, ആ പ്രവാചകൻ അദ്ദേഹം നല്ലൊരു പ്രവാചകനാണ്. എന്നാൽ ബാലാക്ക് എന്ന് പറഞ്ഞ രാജാവ് അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുകയാണ്, ഞാൻ വളരെയധികം നിനക്ക് സമ്മാനങ്ങൾ തരാം, നല്ല നിധികൾ തരാം, രത്നങ്ങൾ തരാം, എല്ലാം തരാം, പക്ഷേ നീയെ ഞാൻ പറയുന്ന പോലെ പറയണം, ഇസ്രായേൽ ജനത്തെ ഒന്ന് ശപിക്കണം, അവരവിടെ താവളം അടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എൻ്റെ രാജ്യത്തിന് ചുറ്റും താവളം അടിച്ചിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ നീ ഒന്ന് ശപിക്കണം, വന്ന് നീ ശപിച്ചാൽ അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും, അതുകൊണ്ട് നീ വരണം. ആ ബാലപ്രവാചകൻ അത്
അദ്ദേഹത്തിൻ്റെ ഈ രാജാവിൻ്റെ പ്രലോഭനത്തിൽ കുടുങ്ങിപ്പോയി. കാരണം പ്രഭുക്കന്മാരും വലിയ വലിയ ആളുകളൊക്കെ വന്ന് രഥങ്ങളൊക്കെ വന്ന് ആണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അത് കുടുങ്ങിപ്പോയി. എന്നാൽ അദ്ദേഹം പോയ കഴുത അദ്ദേഹത്തിന് പല പ്രാവശ്യം അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യം ആ കഴുത ഒരു സൈഡിലേക്ക് അവിടെ അടുത്തുള്ള വയലിലേക്ക് എടുത്ത് ചാടുന്നു. പിന്നെയും അദ്ദേഹം കഴുതയെ അടിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയല്ലല്ലോ, അതുകൊണ്ട് കഴുത ചാടിയതിൽ അദ്ദേഹം മനനൊന്ത് കഴുതയെ അടിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ മോശമായിപ്പോയി. വീണ്ടും അദ്ദേഹം നല്ല വസ്ത്രങ്ങൾ അണിയേണ്ടി വന്നു. വീണ്ടും നമുക്കറിയാൻ സാധിക്കും, പിന്നെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. പോകുമ്പോൾ ആ കഴുത ഒരു മതിലിനോട് ചേർന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലും ശരീരമൊക്കെ അതിനകത്ത് ഉരഞ്ഞ് മുറിവുകൾ വന്നു. അപ്പോഴും യാത്ര തടസ്സപ്പെട്ടു. എന്നിട്ടും കഴുതയെ പിന്നെ അടിക്കുന്നു. പിന്നെ അദ്ദേഹം നിർത്താൻ ഉദ്ദേശമില്ല. പിന്നീടും അദ്ദേഹം മുന്നോട്ടേക്ക് പോവുകയാണ്. ആ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പിന്നെയാണ് ദൂതൻ മുന്നിൽ വന്ന് നിൽക്കുന്നത്. കർത്താവിൻ്റെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ കഴുത അപ്പോൾ തന്നെ കിടന്നു കളഞ്ഞു. അപ്പോൾ കഴുതന് മൂന്നാമത് അടിച്ചു. അപ്പോഴാണ് കഴുത സംസാരിക്കുന്നത്. നീ എന്നെ എന്തിനാണ് അടിക്കുന്നത്? നീ മുന്നിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ പ്രവാചകൻ്റെ ഉൾക്കണ്ണ് തുറന്നത്. പ്രവാചകൻ ഉൾക്കണ്ണ് തുറന്നപ്പോൾ കണ്ടത് ഊരിപ്പിടിച്ച വാളുമായിട്ട് ദൂതൻ നിൽക്കുന്നതാണ്. ദൂതൻ പറഞ്ഞു, നീ ഇപ്രകാരം നീ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഞാൻ കഴുതയെ വെറുതെ വിടുകയും നിന്നെ അവസാനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഈ പ്രവാചകനോട് പറയുകയാണ്. ആ പ്രവാചകൻ ഉടനെ തന്നെ തൻ്റെ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് വീണ്ടും നല്ലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങളൊക്കെ വരുന്നത് നമ്മളെയൊക്കെ തിരുത്തുന്നതിന് വേണ്ടിയാണ്, നമ്മളെയൊക്കെ നേരായ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ദുരന്തങ്ങൾ വരുന്നത്. പക്ഷെ പലപ്പോഴും നാം അതിനെ നിസ്സാരമാക്കിയാണ് നമ്മളൊക്കെ കണക്കിലെടുക്കാറ്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തൻ്റെ മക്കൾക്ക് ശിക്ഷണം നൽകി അവിടുന്ന് മുന്നോട്ട് നയിക്കുന്നു. കാരണം പിതാവ് മക്കൾക്ക് ശിക്ഷണം നൽകുന്നത് പോലെ ശിക്ഷണമാണ് നൽകുന്നത്, ശിക്ഷയല്ല. മക്കളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതിന് അവരുടെ ജീവിതത്തിൽ ചില ശിക്ഷണങ്ങൾ നടത്തും, ചില മുറിക്കലുകളൊക്കെ നടത്തും. അത് വെട്ടി അകറ്റുകയല്ല, അത് വീണ്ടും തഴച്ചു വളരാനായിട്ട് വെട്ടി മുറിക്കുകയാണ്, അതിന് വെട്ടി ഒരുക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വെട്ടി ഒരുക്കുന്നു, കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി വെട്ടി ഒരുക്കുന്നു. അതിനുവേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ, ചില ദുരിതങ്ങൾ, ചില പ്രയാസങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരും. അവിടെയൊക്കെ നമ്മൾ തളരരുത്. കാരണം തമ്പുരാന് നമ്മെക്കുറിച്ച് ഒരു വൻ പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഇത് ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധീകരണത്തിന് ഇത് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ നേരായ വഴിക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ തടസ്സങ്ങളൊക്കെ തരുന്നത് എന്ന് നാം തിരിച്ചറിയുക. നമുക്കറിയാമല്ലോ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിൽ വീഴുന്നത്, കുതിരപ്പുറത്ത് നിന്ന് സാവൂൾ വീഴുന്നത് നമുക്കറിയാം. ജെറുസലേമിൽ നിന്ന് അദ്ദേഹം വരികയാണ്. അദ്ദേഹം ഓർഡറുമായിട്ടാണ് വരുന്നത്. ദമാസ്കസിലുള്ള ക്രിസ്ത്യാനികളെ ബന്ധനസ്ഥനായിട്ട് കൊണ്ടുപോകാനുള്ള ഓർഡറുമായിട്ടാണ് വരുന്നത്. കാരണം ഒറ്റ ഉദ്ദേശമുള്ളൂ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക, അവിടെ കൊണ്ടുപോയി ജയിലിലിടുക, അവരെ മർദ്ദിക്കുക. ഇതിനൊക്കെയായിട്ടാണ് സാവൂൾ കുതിരപ്പുറത്ത് മറ്റുള്ളവരുമായിട്ട് വരുന്നത്. എന്നാൽ നാം വായിക്കുന്നുണ്ട്, ദമാസ്കസിന് അടുത്തെത്തിയപ്പോൾ ഒരു മിന്നലുള്ളി വരികയും ആ കുതിരപ്പുറത്ത് നിന്ന് സാവൂൾ താഴെ വീഴുകയും ചെയ്തു. താഴെ വീണ സാവൂളിന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, അന്ധനായി തീർന്നു. അപ്പോൾ സാവൂൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. സാവൂൾ ചെവി കൊണ്ടാണ് കേൾക്കുന്നത്. സാവൂൾ ശബ്ദം കേട്ടു. ആ ശബ്ദം ഇപ്രകാരമായിരുന്നു, സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അപ്പോൾ സാവൂൾ പറയുന്നു, ഞാൻ നിന്നെയല്ലല്ലോ പീഡിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉത്തരം കിട്ടി, നീ പീഡിപ്പിക്കുന്ന യേശുവാകുന്നു ഞാൻ. പ്രിയമുള്ളവർ, ഇന്ന് സഭയെ ഒത്തിരി പേരൊന്ന് പീഡിപ്പിക്കുന്നുണ്ട്. സഭയെ പീഡിപ്പിക്കുന്നത് യേശുവിനെ പീഡിപ്പിക്കുന്ന പോലെയാണ്. യേശുവിന് നേരെ ചാട്ടുവാറടിക്കുന്നു, യേശുവിനെ ആണിയടിക്കുന്നു, യേശുവിനെ നമ്മൾ കുരിശിൽ തറയ്ക്കുന്നു. ഇതൊക്കെ നമ്മൾ സഭയിൽ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, നമ്മുടെ ചില എതിർസാക്ഷ്യങ്ങൾ മൂലവും നമ്മുടെ പ്രവൃത്തികൾ മൂലവും യേശുവിനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയുക. അതിനാൽ പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് സംബന്ധിച്ചിടത്തോളം പൗലോസ് വീണപ്പോൾ പൗലോസ് അനുതപിച്ചു,
കാര്യങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് വീണ്ടും അവൻ ദൈവത്തിലേക്കാണ് പോയത്. അനന്യാസ് എന്ന പ്രവാചകനിലൂടെ കാഴ്ച കിട്ടുകയും വീണ്ടും സുവിശേഷത്തിൻ്റെ വലിയൊരു അപ്പസ്തോലനാവുകയും ചെയ്തു. വിജാതിയർക്കും സ്വജാതിയർക്കുമെല്ലാം സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഒരു തീപ്പന്തമായിട്ട് വിശുദ്ധ പൗലോസ് നിന്നു എന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. നമ്മൾ വായിക്കുന്ന സുവിശേഷങ്ങളിൽ ലേഖനങ്ങൾ അധികവും വിശുദ്ധ പൗലോസ് എഴുതിയതാണ്. സ്നേഹമുള്ളവരെ, ആ വീഴ്ച, കുതിരപ്പുറത്തുനിന്നുള്ള വീഴ്ച, ആ ആപത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു നന്മയായി രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. സ്നേഹമുള്ളവർ, അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ദുരിതങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ തളരരുത്. കാരണം കർത്താവിന് അതേക്കുറിച്ച് ഒരു നല്ല പദ്ധതിയുണ്ട്, ഒരു വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി കർത്താവ് നമ്മെ ഒരുക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ ഓർത്ത് നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയാണ് നമ്മൾ വേണ്ടത്, കർത്താവിന് നന്ദി പറയുകയാണ് വേണ്ടത്. അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവവും സന്തോഷിക്കും, സ്വർഗവും സന്തോഷിക്കും, നമ്മുടെ ജീവിതത്തിലും പ്രയോജനകരമായ സാഹചര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഈശോയെ പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങളുണ്ടാകുമ്പോൾ, ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടാകുമ്പോൾ, ആ ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണേ, ഈ ദുരിതങ്ങൾ, ഈ കഷ്ടപ്പാടുകൾ ഞങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ളതല്ല, ഞങ്ങളെ നന്മയിലേക്ക് നയിക്കുവാനുള്ള ഈശോയുടെ വലിയ പദ്ധതിയാണ് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാനും, ആ തിരിച്ചറിഞ്ഞ് തമ്പുരാനെ സ്തുതിക്കാനും തമ്പുരാനെ നന്ദി പറയുവാനും ഞങ്ങൾക്ക് ഇടവരട്ടെ. ഈശോയെ, അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ.